വയനാട്ട് പൂക്കോട്ട് കോളേജിലെ സിദ്ധാർത്ഥന്മാരുണ്ടാകുന്നത്. ഞാൻ ആ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വിശദമായിട്ട് വായിച്ചു നോക്കി. എനിക്കതിനകത്ത് ഏറ്റവും ക്രൂരമായി തോന്നിയത്, ഒരുപാട് ക്രൂരതകളുണ്ട്. ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ TP കൊന്നതിന് സമാനമായി ഒരാളെ കൊല്ലാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഒരു കുത്തിന് കുത്താം, ഒരു വെട്ടിന് വെട്ടിക്കൊല്ലാം, ബോംബെറിഞ്ഞു കൊല്ലാം. ഇത് ക്രൂരമായി കൊല്ലുകയാണ്. TPക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്ര ക്രൂരമായി കൊല്ലപ്പെട്ടത് സിദ്ധാർത്ഥനായിരിക്കും. ആ കൊലപാതകത്തിൽ ഒരുപാട് ക്രൂരതകളുണ്ട്. ആ ക്രൂരതകളിൽ ഒന്നാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ബെൽറ്റിനടിച്ച്, രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുമ്പോൾ മാത്രം ബെൽറ്റിനടി നിർത്തിയത് തൊട്ട്, വീണ് കിടക്കുന്ന ചോരയിൽ കുളിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് കുറുകെ ഇരിക്കുന്ന കസേര വെച്ചുകൊണ്ട് ഇരുമ്പ് ദണ്ട് വെച്ച് അടിച്ചത് തൊട്ട്, 3 ദിവസക്കാലം പട്ടിണി കിടന്ന ചെറുപ്പക്കാരനെ 3ാമത്തെ ദിവസം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മൂത്രം കുടിക്കാൻ വേണ്ടി കൊടുത്തതടക്കമുള്ള എണ്ണിയാലൊടുങ്ങാത്ത ക്രൂരതകൾ. ആ ക്രൂരതകളിൽ കൽപ്പറ്റ മാഷ് വിട്ടിരിക്കുക. ആ ക്രൂരതകളിൽ എനിക്ക് ക്രൂരമായി തോന്നിയത്, അങ്ങനെ ചോരയൊലിച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരനെ ആ ഹോസ്റ്റലിലെ തന്റെ സഹപാഠികളായ സഹവിദ്യാർത്ഥികളുടെ അടുത്തേക്ക് മുറികളിലേക്ക് കൊണ്ടുപോയി ഓരോ മുറിയുടെയും വാതിൽക്കൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് മുട്ടിച്ച്, അകത്ത് നിന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ചവർ, അവനോടൊപ്പം ബാഡ്മിന്റൺ കളിച്ചവർ, അവനോടൊപ്പം ടൂറ് പോയവർ, അവനോടൊപ്പം ഉണ്ടിറങ്ങി കഴിഞ്ഞ ആളുകൾ, അവന്റെ കൂട്ടുകാർ, അവരെ പുറത്തേക്ക് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് മർദ്ദിച്ചൊരു രംഗമുണ്ട്. കൂട്ടുകാരെയും കൊണ്ട് ഈ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച രംഗമുണ്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനകത്ത് എനിക്ക് ഏറ്റവും ഭീകരമായി തോന്നിയത്, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, താലിബാനിസ്റ്റുകൾ പോലും ഇത്ര ക്രൂരത ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചെയ്തിട്ടുണ്ടാവില്ല. അത്ര ക്രൂരത. അതിന് ഫാഷിസം എന്നൊരു പദത്തിൽ താഴെ ഒന്നും വിളിക്കുവാൻ തന്നെ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഉമേഷ് ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ ശുഭാപ്തി വിശ്വാസം എനിക്കില്ല. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായി മാറില്ല. കാരണം പിന്നെയും അടുത്ത പിണറായി വിജയന്മാർ ഓരോരോ ക്യാമ്പസുകളിൽ, പൂക്കോട്ട് ക്യാമ്പസിൽ, മടപ്പള്ളി കോളേജിൽ, അങ്ങനെ ഓരോരോ ക്യാമ്പസുകളിൽ കലാലയങ്ങളിലായി അടയിട്ട് വിരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുക. ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് അനുബന്ധ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞനന്ദന്റേതുൾപ്പെടെ KM ഷാജി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. അതിനകത്ത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുടക്കോഴ മലയിൽ എല്ലാ ദിവസവും ഈ കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുമതലപ്പെടുത്തിയത് ഒരു സ്ത്രീയെയാണ്, ഒരു വനിതയാണ്. ആ വനിത എല്ലാ ദിവസവും മുടക്കോഴ മലയിൽ അവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അവിടെ പോയി കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. സുനി അടക്കമുള്ള ആളുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു ദിവസം നമ്മൾ പത്രവാർത്തകളിലൂടെ വായിച്ചത് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തുവെന്നാണ്. ഒരു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ, പോസ്റ്റ്മോർട്ടത്തിന് കാത്തു നിൽക്കാതെ, എല്ലാ രീതികൾക്കും വ്യത്യസ്തമായ ആ സ്ത്രീയെ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. ആത്മഹത്യക്ക് ശേഷം അവരുടെ മൃതശരീരത്തിന്റെ എന്തെങ്കിലും ബാക്കി വെക്കാതെ ആ ദിവസം തന്നെ കത്തിച്ചു കളഞ്ഞു. ആ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്നൊരു വാർത്തയും ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മത്സരിക്കുവാൻ വരുന്ന, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുവാൻ വരുന്ന കണ്ണൂരിലെ സഖാക്കന്മാരോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകയായ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ വടകരയിലെ ജനങ്ങളോട്, കേരളത്തിന്റെ പൊതു മനസാക്ഷിയോട് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കേരളത്തിൽ ഒരു സഖാവിനോടും എനിക്ക് ഐക്യപ്പെടാൻ കഴിയില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതിൽ തന്നെ അവസാനിപ്പിക്കുക. ഒരു സഖാവും എനിക്ക് പ്രിയപ്പെട്ടതല്ല. കാരണം എല്ലാ സഖാക്കന്മാരെയും എനിക്ക് അത്രമാത്രം അപ്രിയരാക്കി മാറ്റിയത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ്. അതൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ മനസ്സിനെ ബാധിച്ച മുറിവാണ്. അതുള്ളപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഈ ലോകത്തിൽ ഏതെങ്കിലും സഖാക്കന്മാർ പ്രിയപ്പെട്ടവരാണ് എങ്കിൽ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സഖാക്കന്മാരുടെ ഏതെങ്കിലും ഒരു കോസിനോട് ഞാൻ ഐക്യപ്പെടുന്നുണ്ട് എങ്കിൽ, അത് വടകരയുടെ മണ്ണിലെ RMPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സഖാക്കന്മാരോടും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കോസുകളോടുമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയുള്ള കാലത്ത് TPക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, TP കൊല്ലപ്പെട്ടതിന് ശേഷവും കൊല്ലപ്പെട്ട നൂറുകണക്കിനായ ഭയത്താൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്